കാസർഗോഡ് ഭൂ രജിസ്ട്രേഷനിൽ പ്രതിസന്ധി. ചില വില്ലേജുകളിൽ വസ്തു കൈമാറ്റം പൂർണ്ണമായും നിർത്തിവെച്ചു. ഇതോടെ രജിസ്ട്രേഷൻ ഫീസ് ഉൾപ്പെടെ നൽകിയവർ ആശങ്കയിലാണ്. കാസർഗോഡ് ജില്ലയിൽ കുമ്പള, തളങ്കര, മൊഗ്രാൽ, ബംബ്രാണ എന്നീ വില്ലേജുകൾക്ക് കീഴിലുള്ള ആധാരങ്ങൾ ചെയ്തു നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. രജിസ്ട്രേഷൻ സാധ്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് രജിസ്റ്റർ ഫീസ്, സ്റ്റാമ്പ് പേപ്പറിന്റെ പണം എന്നിവ ഉൾപ്പെടെ അടപ്പിച്ചതെന്നാണ് ഇവരുടെ ചോദ്യം. ഇത് സാധാരണ രീതിയിൽ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ഒരാഴ്ചയെങ്കിലും കൊടുക്കണം ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് ചെയ്യാനുള്ള അതിന് മാറ്റം. അപ്പോൾ സ്റ്റാമ്പ് പേപ്പർ കൊടുക്കാതിരിക്കുക, ഒന്നുകിൽ അല്ലെങ്കിൽ തണ്ടപ്പേര് തരാതിരിക്കുക. ഇതൊന്നും കൂടാതെ എല്ലാം ചെയ്തിട്ട് രാവിലെ വന്നിട്ട് ഇവിടെ ആധാരത്തിന് വരുന്നത് ദുബായ് നാളും വന്നിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടാകുമ്പോൾ ഇവിടെ തരുന്നില്ല. ജനങ്ങളോട് ചെയ്യുന്ന വളരെ വലിയൊരു അക്രമമായിട്ടാണ് ഇത് കാണുന്നത്. എടുത്ത സ്റ്റാമ്പ് പേപ്പർ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം തരണം. ഇപ്പോൾ ഏതായാലും കുറേ നഷ്ടം വന്ന് ഇന്ന് ആധാരം ചെയ്ത് നാളെ തിരിച്ചു പോകേണ്ടവരെ ഫ്ലൈറ്റ് ടിക്കറ്റ് അല്ലെങ്കിൽ അവർ വീണ്ടും തിരിച്ചു വേണ്ടി വരും. ഒരു അനിശ്ചിതാവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ രജിസ്ട്രേഷൻ നടക്കുന്നില്ല. യഥാർത്ഥം പറഞ്ഞിട്ടാണെങ്കിൽ അവരെല്ലാവരും കൈമലർത്തുകയാണ്. എന്ത് ചെയ്യണം അറിയാതെ. ആദ്യ ദിനത്തിൽ തന്നെ 30-ലധികം ആധാരങ്ങളാണ് രജിസ്ട്രേഷൻ നടക്കാതെ മുടങ്ങിയത്. ഡിജിറ്റൽ സർവേ, സാറ്റലൈറ്റ് സർവേ എന്നിവ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ തീരുമാനമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. പെടുന്നതിനെ വന്ന ഉത്തരവിൽ ഉദ്യോഗസ്ഥർക്കും ആശയക്കുഴപ്പമുണ്ട്. ഈ ഓർഡർ ഉത്തരവിട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഒന്നും അറിയുന്നുണ്ടാവില്ല. രജിസ്ട്രാർ ഓഫീസർ പറയുന്നത് എനിക്കറിയില്ല, രാവിലെ വന്ന ഉത്തരവാണ്. ഇന്നലെ വൈകുന്നേരം എടുക്കുന്ന സ്റ്റാമ്പ് പേപ്പർ എടുക്കുന്നത് വരെ നിയമം വന്നില്ല എന്ന് പറയുന്നു. എടുത്ത മുദ്രപേപ്പറുകൾക്ക് കാലാവധി നീട്ടി നൽകണമെന്നും റിട്ടേൺ തുക എത്രയും വേഗം ലഭ്യമാക്കണമെന്നും നിലവിലെ പ്രതിസന്ധി അധികാരികൾ ഇടപെട്ട് പരിഹരിക്കണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.